ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മനു അലീനയും കൂടി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനു സ്റ്റാൻലി പപ്പയുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ എന്താ കാര്യം, ഇവിടുത്തെ പട്ടികളോട് സ്നേഹമുണ്ട്, അവർ തിരിച്ചൊന്നും പ്രതികരിക്കില്ലല്ലോ. അപ്പോൾ അതുപോലെ എനിക്കിരിക്കാൻ പറ്റില്ല. എനിക്ക് ഇവിടുത്തെ അടുക്കള വരെ പോകാനുള്ള സ്വാതന്ത്ര്യം കൂടി ഇല്ല. എനിക്കാണെങ്കിൽ ഒന്നും ഇവിടെ ചെയ്യാനില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അത് കാരണം ഇവിടെ ഇരുന്ന് ഞാൻ തുരുമ്പ് പിടിച്ച് പോവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരണമെന്നും. മനുവേട്ടൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ട് പോവാ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് അവിടെ വരിക എന്ന് അലീന തിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ എൻ്റെ ജീവിതത്തിലേക്ക് പോന്നോ, ഒരു താലിച്ചരടും മിന്നും സാരിയും മതി, നീ എൻ്റെ ജീവിതത്തിലേക്ക് പോന്നോളാൻ പറയുന്നുണ്ട്. അപ്പോൾ അലീന വേഗം വിഷയം മാറ്റും. അപ്പോൾ മനു പറയും, സമയമായിട്ടില്ല അല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അലീന പറയുകയാണ്, മനുവേട്ടൻ വീട്ടിലേക്കൊന്ന് പോകണം, അവിടെ കുട്ടികളൊക്കെ ഞാനില്ലാത്ത കാരണം ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാണ്ടിരിക്കുകയാവും, അവരെയൊക്കെ ഒന്ന് ചാർജ് ചെയ്യണം മനുവേട്ടൻ പോയിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു പറഞ്ഞിട്ടാ, ഞാനൊരു ചാർജറാണല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട്, എന്നാൽ മനുവേട്ടൻ പോയിട്ട് എന്നെ വിളിക്കിട്ടോ എന്ന് പറഞ്ഞിട്ട് അലീന ഫോൺ വയ്ക്കുകയാണ്. നമ്മുടെ ബബിതയും കൃഷ്ണയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീനയുടെ കാര്യമാണ് പറയണത്. അലീന ചേച്ചി എനിക്കൊന്ന് ഫോട്ടോ ഒന്നും അയച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചിക്കും അയച്ചിട്ടില്ലേ, ഞാൻ കരുതി എനിക്ക് മാത്രം അയക്കാത്തതെന്ന്, ഇപ്പം സമാധാനമായിന്ന്. അപ്പോൾ ബബിത പറയുകയാണ്, അലീന ചേച്ചി ആദ്യം എനിക്ക് ഫോട്ടോസ് അയക്കുള്ളൂ, എന്നിട്ട് വേറെ ആൾക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ വിശ്വസിച്ചിരുന്നോ എന്ന് കൃഷ്ണ പറയുമ്പോൾ അതിനിടയിൽ വൈജയന്തി ഇത് കേട്ടിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ഇത് കേട്ടിട്ട് വരണേ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, രാവിലെ തന്നെ ഒരു ലൂസ് ടോക്സ് കേട്ട് ഇരിക്കുകയാണോ, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേന്ന്? ഞങ്ങൾ പഠിക്കുകയായിരുന്നു, ഞങ്ങളൊരു അരമണിക്കൂർ ബ്രേക്ക് എടുത്താന്ന് പറഞ്ഞു. വെറുതെ ഈ വക വർത്താനം പറഞ്ഞിട്ടിരിക്കണേനാണോ ബ്രേക്ക് എന്ന് പറയണത്? വേഗം പോയി പഠിക്കാൻ നോക്കിയെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ പഠിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചായ എങ്ങാനും വേണോ വയ്ക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും വേണ്ട പറയും. അപ്പോൾ പിന്നെ വൈജയന്തി അകത്തേക്ക് പോവും. അപ്പോൾ നമ്മുടെ മനു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണജിക്കും ബബിതയ്ക്കും അത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാവും. അവർ കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട് മന്നോട്, ഞങ്ങളെയൊക്കെ മറന്നു എന്ന് വിചാരിച്ചു, അലീന ചേച്ചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. അപ്പോൾ മനു പറയാണ്, അത് വല്ലാത്തൊരു വിചാരമായി പോയല്ലോ, എനിക്ക് അങ്കിളിനെ ഒന്ന് കാണണം, അങ്കിളും രോഹിത്തും എവിടെ, അവരിതുവരെയായിട്ട് റൂമിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് കൃഷ്ണാച്ചിയ. അപ്പോൾ അങ്കിളും ആൻറ്റിയും തമ്മിലിപ്പോൾ വഴക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയാണ്, അമ്മ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പോയിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നുണ്ട്, ഒരാഴ്ച വരെ അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്, അത് പിന്നെ പതിവാണല്ലോ എന്ന് പറയുന്നുണ്ട് മനു. പിന്നെ ചോദിക്കുകയാണ് മനു, നിങ്ങൾ ഓക്കെ ആണോ? അപ്പോൾ കൃഷ്ണജി എന്ന് പറയണത്, ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെയാണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ നമുക്കൊന്ന് ഇരുന്ന് കാണണമല്ലോ എന്ന് മനു പറയുന്നുണ്ട്. അകത്തേക്ക് ചെല്ലി അവിടെ ചെന്നാൽ ചായയും ചിപ്സൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട് ബബിത. മനു എന്നിട്ട് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. നമ്മുടെ മനു വന്ന് കയറുമ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? അലീന പോയതോടെ നീ ഇങ്ങോട്ട് വരില്ല എന്നാണ് ഞാൻ കരുതിയത്. അപ്പം മനു പറയുന്നുണ്ട്, ആൻറ്റി പോയിട്ടൊരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കേ, നാക്കിൻ്റെ ചൊറിച്ചിലൊക്കെ മാറാനിപ്പോൾ മരുന്നുണ്ടെന്നാണ് കേട്ടതെന്നും. അത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരും. നിൻ്റെ അച്ഛൻ വിചാരിച്ചിട്ടോ നിൻ്റെ അമ്മ കമലയെടുത്ത് വിചാരിച്ചിട്ടോ നടന്നിട്ടില്ല എൻ്റെ നാക്കിൻ്റെ ചൊറിച്ചിൽ മാറ്റാൻ, പിന്നെയാണോ നീ? അപ്പോൾ മനു പറയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ, അല്ലാണ്ട് സാധാരണ ആൾക്കാർക്കൊന്നും ആൻറ്റിയുടെ ഈ അസുഖത്തിന് മരുന്ന് തരാൻ പറ്റില്ല എന്ന്. നീ കാലത്ത് തന്നെ വന്നിട്ട് എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ വേണ്ടാത്തത് പറയുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തി. ഇതതിന് ആൻറ്റിയുടെ വീടല്ലോ, ബാലേന്ദ്രൻ അങ്കിളിൻ്റെ വീടല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട് ഈ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ്, അതിൽ ആൻറ്റിയുടെ പേരില്ല, അങ്കിളിൻ്റെ പേര് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ വൈജയന്തി പറയാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മുതലെന്ന് പറഞ്ഞാൽ എനിക്ക് അവകാശമില്ലേന്നും. അങ്കിള് ഭാര്യ ഉപേക്ഷിച്ചിട്ട് മാസങ്ങളായി എന്ന് മനു പറയാണ്. ആൻറ്റിയുടെ ഇഷ്ടത്തിന് വരും പോവും ചെയ്യുമ്പോൾ സ്വന്തം വിലയാണ് പോകുന്നത്. അങ്കിളിന് ആൻറ്റീനെ കൊണ്ട് ഇപ്പോൾ ഒരാവശ്യമില്ല, അങ്കിള് പറഞ്ഞിട്ടല്ല ആൻറ്റി വരുന്നതും. അപ്പോൾ സ്വന്തം വില കളഞ്ഞതും അതെങ്ങനെ വീണ്ടും എടുക്കണമെന്നും ആൻറ്റിക്ക് അറിയില്ല. ഇത്രയൊന്നും ആയിട്ട് ആൻറ്റി പഠിച്ചില്ലല്ലോ, എന്താ ആൻറ്റി ഒന്നും ചിന്തിക്കാണ്ട് വർത്തമാനം പറയണമെന്നൊക്കെ ചോദിക്കുകയാണ്.
അപ്പോൾ വൈജയന്തി പറയാണ്, നിങ്ങൾക്ക് നീയും നിൻ്റെ അങ്കിളും എല്ലാവരും അലീനേനെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞയച്ചതിൻ്റെ ദേഷ്യത്തിലല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയണമെന്ന് ചോദിക്കുമ്പോൾ മനു ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ആൻറ്റിയുടെ പാസ്റ്റ് അറിയാം. അപ്പോൾ എന്ത് പാസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തി. അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ആൻറ്റിയുടെ അമ്മയും മക്കളും ഭർത്താവും ഒക്കെ ആൻറ്റീനെ ഇപ്പോൾ അകറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? ആൻറ്റി ഒരു നിമിഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോയെന്നും. അവർക്കൊക്കെ ഞാനിവിടുന്ന് അലീനേനെ പറഞ്ഞു വിട്ടതിൻ്റെ ദേഷ്യം അല്ലാണ്ട് എന്താ? അപ്പം മനു പറയാണ്, അതൊന്നല്ല, എല്ലാവർക്കും ആൻറ്റിയുടെ പാസ്റ്റ് അറിയാം, അതുകൊണ്ടാണെന്ന്. അപ്പോൾ എൻ്റെ പാസ്റ്റ് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് ഒന്നും അറിയാത്ത പോലെ വൈജയന്തി. അപ്പോൾ മനു വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒന്നുമില്ല, ആൻറ്റി നല്ല കാലത്ത് പൂമ്പാറ്റയെ പോലെ പറന്ന് മാലാഖ പോലെ ജീവിച്ച് പരിശുദ്ധയായിട്ട് അങ്കിളിൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അങ്കിളിനെ രാജാവിനെ പോലെ നോക്കി, അത്ര തന്നെ പോരേന്നു. അപ്പോൾ നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പറയുകയാണല്ലേ മനു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മനു പറയാണ്, അലീനേനെ അത്ര പെട്ടെന്നൊന്നും ആൻറ്റിയുടെ ജീവിതത്തിൽ നിന്ന് ആൻറ്റിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അലീന ഇവിടേക്ക് തന്നെ തിരിച്ചു വിടും. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്, അതൊക്കെ ആൻറ്റി തനിയെ മനസ്സിലാക്കും. അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല, ആൻറ്റി അറിയുന്നൊരു സമയം വരുന്നു. അപ്പം തന്നെ വൈജയന്തിക്ക് ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ മനു എന്നിട്ട് ഞാൻ അങ്കിളിനെ കാണട്ടെ പറഞ്ഞിട്ട് മോളിലേക്ക് പോവും, വൈജയന്തിക്ക് നല്ല കൊട്ട് കൊടുത്തിട്ട്. അപ്പോൾ വൈജയന്തി നിന്ന് ആലോചിക്കുന്നുണ്ട്. മനു റൂമിലേക്ക് ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവാണ്. മനു ചോദിക്കുന്നുണ്ട്, ഇറങ്ങാറായോ എന്ന്. ഇറങ്ങാറായി, നിനക്കൊന്ന് ജോലിയൊന്നുമില്ലേ? എന്താ ജോലിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് മനു. അത് കഴിഞ്ഞിട്ട് മനു പറയുന്നുണ്ട്, അലീന പറഞ്ഞിരുന്നു അങ്കിളിനെ വന്നൊന്ന് കാണാൻ, അല്ലെങ്കിൽ അങ്കിൾ ഒറ്റപ്പെട്ട് പോവും എന്നൊരു തോന്നലൊന്നും ഉണ്ടാവരുത്. അപ്പോൾ അവൾ അത്രയ്ക്ക് ശ്രദ്ധയാണ് അങ്കിളിൻ്റെ കാര്യത്തിൽ. അവൾക്കിപ്പോൾ ഒരു പപ്പയെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിന് മുകളിലാണ് അവൾക്ക് അങ്കിളിൻ്റെ സ്ഥാനം, അച്ഛൻ്റെ സ്ഥാനം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അപ്പം അതിൻ്റെ അർത്ഥം നീ നിൻ്റെ ആൻറ്റിയെ കാണാൻ വന്നതല്ലാന്ന്, എന്നെ കാണാൻ വന്നതാണെന്ന്. എത്രയായാലും നിങ്ങളൊരു കുടുംബക്കാരല്ലേ, ആ സ്നേഹം ഉണ്ടാവില്ലേ? ഞാൻ വെറും പുറമ്പോക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിൾ എന്തിട്ടൊക്കെ പറയണത്? ഞാനിപ്പോൾ ആൻറ്റി ആയിട്ടൊരു വർത്തമാനം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഞാൻ അവൾ പറഞ്ഞിട്ട് വന്നതാണ്, അങ്കിളിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അവൾ പറയണ കേട്ടാൽ ഒരാശ്വാസമൊക്കെ തോന്നും, കുറച്ച് നേരത്തേക്ക് എല്ലാം ശരിയാവും, അങ്ങനെയൊക്കെ ഒരു ആശ്വാസം തോന്നും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ഇല്ലാണ്ടാവുന്നു. മനു പറയുന്നുണ്ട്, അത് ശരിയാ, അലിനോട് സംസാരിക്കുമ്പോൾ ഒരു മിറാക്കിൾ സംഭവിക്കുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വന്ന് ആൻറ്റിയോട് സംസാരിച്ചപ്പോൾ സകല പ്രതീക്ഷയും പോയി. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്ട് ഒരു നെഗറ്റീവ് എനർജിയാണ് എപ്പോഴും. മനു പറയുന്നുണ്ട്, എപ്പം നോക്കിയാലും എത്ര നേരം സംസാരിച്ച് കഴിഞ്ഞാലും നെഗറ്റീവ് അല്ലാണ്ട് ഒന്നും ആൻറ്റിയുടെ വായിൽ നിന്ന് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബാലേന്ദ്രൻ പറയാണ്, എനിക്ക് മതിയായി, എൻ്റെ ജീവിതം എനിക്ക് മടുത്തോന്ന്. എന്താ അങ്കിൾ എങ്ങനെയൊക്കെ പറയണത്? ആ മക്കളെ ഓർത്തേലും ജീവിച്ചൂടെ എന്ന് പറയുന്നുണ്ട് മനു. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, എനിക്ക് എന്നെ തന്നെ മടുപ്പായ, വെറുപ്പായ, പിന്നെ ആരെക്കുറിച്ചും ആലോചിക്കാൻ തോന്നില്ലല്ലോ. അപ്പോൾ പിന്നെ സ്വന്തം കാര്യം മാത്രമല്ലേ ചിന്തിക്കുള്ളൂ. ഞാൻ എല്ലാം ഇട്ടെറിഞ്ഞ് എവിടേക്കെങ്കിലും പോയാലോ എന്ന് ആലോചിക്കണത്, ഒരിക്കലും തിരിച്ച് വരാത്ത എവിടേക്കെങ്കിലും ദൂരത്തേക്ക്. ഇതൊക്കെ കേൾക്കുമ്പോൾ മനു ഭയങ്കര ഡള്ളാവും. ആ മനു പറയും, എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ പറയണം, ഇവിടെ എനിക്കിത് കേൾക്കുമ്പോഴൊക്കെ വിഷമാവണമെന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ പറയും, ഞാൻ അങ്ങനെ പോകുന്നില്ല, ഒരാഗ്രഹം മനസ്സിലുണ്ട്, പോണേക്ക് മുന്നേ ഒരു ബോംബ് ഞാൻ പൊട്ടിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മനു, അങ്കിളിപ്പോൾ അങ്ങനെയൊന്നും ആലോചിക്കണ്ട, അപ്പം നീ ഇവിടെ നിൽക്കുന്നുണ്ടോ, അത് എൻ്റെ കൂടെ വരുന്നുണ്ടോ, എന്നാൽ നമുക്ക് പോണ വഴിക്ക് വർത്താനം പറയും. മനു പറയും, ഞാനും കൂടെ വരാമെന്ന്. അപ്പോൾ നമ്മുടെ ഔതക്കുട്ടിച്ചായം പോവാണ് കേട്ടോ, അത് പറയാൻ വേണ്ടി സ്റ്റാൻലിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാടാ, റോബിച്ചൻ വിളിയോട് വിളി, വേറെ ഒന്നുമല്ല, അവൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനാണെന്ന്. സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അലീനേനെയും കൊണ്ടുപോകുന്നുണ്ടോയെന്ന്. അതെന്ത് വർത്താനാടാ നീ പറയണത്? നിന്നോട് പറയാണ്ട് നിൻ്റെ മോളെ ഞാൻ കൊണ്ടുപോവോ? ഇപ്പം എന്തായാലും കൊണ്ടുപോകുന്നില്ല എന്ന്. പക്ഷെ അപ്പച്ചന് കൊണ്ടുപോകാനൊരാഗ്രഹം ഉണ്ടല്ലോ അവളെ.
ആ, ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആദ്യം അവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. അവളും നീയും തമ്മിലുള്ള ബന്ധം കഥകളൊന്നും അവർക്ക് ആർക്കും അറിയില്ലല്ലോ. ഞാനൊക്കെ അത് പറഞ്ഞ് അവരെ ധരിപ്പിക്കട്ടെ. അപ്പോൾ സ്റ്റാൻലി പറയണം, എല്ലാവരെയും കൊണ്ട് യുദ്ധത്തിന് വരാനാണോ പോകുന്നതെന്ന്? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോടാന്ന് പറയുന്നുണ്ട് ഔതക്കുട്ടി ചായൻ. എന്നിട്ട് പറയുന്നുണ്ട്, ആർക്ക് എന്തറിയണമെന്നുണ്ടെങ്കിലും എന്നോട് വന്ന് ചോദിക്കാൻ പറയുന്നുണ്ട് സ്റ്റാൻലി, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാമെന്ന്. പിന്നെ അപ്പച്ചൻ പോണേക്ക് മുന്നേ അലീനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നും അപ്പച്ചൻ പറയുന്നുണ്ട്. ഞാനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എന്താ എൻ്റെ അടുത്ത് യുദ്ധത്തിന് വരാനാണോ പറഞ്ഞു കൊടുത്തിരിക്കണമെന്ന്? ഞാനങ്ങനെ പറയൂടാ, അവളോട് നല്ല രീതിക്ക് നിൽക്കണം, നീ പറയണ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടത്. സ്റ്റാൻലി പറയാണ്, അങ്ങനെയൊന്നല്ല പറയേണ്ടത്. ഇവിടുത്തെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ഇവിടുത്തെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്, അതൊക്കെ പാലിച്ച് നിൽക്കാൻ വേണം പറയാൻ. പിന്നെ മകള് അച്ഛനൊരു തലവേദനയായി മാറരുതും കൂടി പറയണമെന്നും. അപ്പോൾ അപ്പച്ചൻ പറയാണ്, അവൾ നിൻ്റെ അല്ലടാ മോള്, അപ്പോൾ അവൾ അതിൻ്റേതായ രീതിക്ക് പെരുമാറൂ. അവൾ ന്യായമില്ലാത്ത കാര്യങ്ങളൊന്നും കണ്ടു നിൽക്കില്ല. പിന്നെ അവളൊരു അനാഥാലയത്തിൽ നിന്ന് വന്ന കൊച്ചല്ലേ, അപ്പോൾ അവളെ പട്ടാളച്ചിട്ട പഠിപ്പിക്കുന്നതിനേക്കാളും ഭേദം നീ കുറച്ച് മാറുന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പച്ചന് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ കാശ് എങ്ങാനും വേണമെങ്കിൽ എടുത്തോളാനൊക്കെ പറയുന്നുണ്ട്. അപ്പച്ചൻ പറയുന്നുണ്ട്, എനിക്ക് നീ ഈ വയസ്സാം കാലത്ത് നിൻ്റെ പിച്ചക്കാശൊന്നും വേണ്ട, അതിനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ ഇറങ്ങാണ്. വല്യപ്പച്ചനെ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ അലീന വല്യപ്പച്ചൻ്റെ കൈയൊക്കെ പിടിച്ച് കാറിനടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങാം കേട്ടോ മോളെ, 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. അപ്പം അലീന ചോദിക്കുകയാണ്, എന്തിനാ ഇപ്പം അത്ര ധൃതിപ്പെട്ടു പോകണമെന്ന്? അവിടെ എല്ലാവരും എന്നെ കാത്തിരിക്കുക, വേറെ ഒന്നിനുമല്ല, നിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്ത് വിവരം എന്നെക്കുറിച്ച് ഇനി വല്യപ്പച്ചൻ പറയാൻ പോകുന്നത്? അപ്പോൾ പറയണം വല്യപ്പച്ചൻ, ഞാൻ പറയാം, അവിടെ ഒരു യക്ഷി ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റാൻലിക്ക് അവളെ കാണുമ്പോൾ എന്നെ കാലും മുട്ടൊക്കെ കൂട്ടിയിടിക്കും എന്ന്. ആരും ഇങ്ങോട്ട് വരാണ്ടിരുന്നാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, ഇനി വല്യപ്പച്ചൻ ഇങ്ങോട്ട് വരാണ്ടിരിക്കുമെന്ന് എൻ്റെ പേടിയെന്ന്. വല്യപ്പച്ചനും കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ആരും ഇല്ലാണ്ടാവും, ഞാൻ ഒറ്റപ്പെട്ടു പോവും. ജോലിക്കാർക്ക് എന്നെ കണ്ണെടുത്ത് കണ്ടുകൂടാ, പിന്നെ പപ്പി ഞാനും തമ്മിൽ ഉടക്കല്ലേ. ആ വല്യപ്പച്ചൻ ഇല്ലാണ്ടിരുന്നാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമെന്ന് പറയുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നീ തൽക്കാലം ജോലിക്കാരോടൊന്നും തല്ലൂട്ടത്തിന് പോകണ്ട, അടുക്കളയ്ക്കും കയറണ്ട, സ്റ്റാൻലിയോടും തല്ലൂട്ടത്തിന് പോകണ്ട. ഞാൻ വേഗം ഇങ്ങ് വരാം പോയിട്ട്. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നിന്നെയും കൂടി കൂട്ടിയിട്ട് വേണം എനിക്ക് തറവാട്ടിലേക്ക് പോവാൻ. നിനക്ക് കാണണ്ടേ നിൻ്റെ പപ്പയുടെ തറവാടൊക്കെ? അപ്പോൾ അലീന പറയണം, ഞാൻ ആദ്യം ഇവിടെ കാലുറപ്പിക്കട്ടെ, എന്നിട്ട് മതി തറവാട് കാണാനൊക്കെയെന്ന്. എന്നിട്ട് യാത്രയും പറഞ്ഞ് വല്യപ്പച്ചൻ കാറിൽ കയറി പോവാണ് കേട്ടോ.